It's telephone, let's fly, let's fly. നമ്മളിത് കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമ തുടങ്ങുന്നത് ഈ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു വലിയ കാർണിവൽ പ്ലേസ് കാണിച്ചുകൊണ്ടാണ്. അവിടെ ഒരു ഹൊറർ ഹൗസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചില മാളുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹൊറർ ഹൗസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഒരു സെറ്റപ്പ് നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ പ്രേതങ്ങളെ കണ്ട് പേടിക്കാനായിട്ട് അവസരം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലം അത്യാവശ്യമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കിതുവരെ ഒരു പ്രേതത്തിനൊന്നും നേരിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഒന്ന് രണ്ട് പേടിപ്പിക്കുന്ന ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു കാർണിവലിൽ ഇങ്ങനെയുള്ള ഒരു ഹൊറർ ഹൗസ് നടത്തുന്ന ഒരു 4 ഫ്രണ്ട്സ് അവരെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഹീറോ ആയ ഓക്കി. കുറച്ച് നാളുകൾക്ക് മുന്നേ ചെറിയ എന്തോ ഒരു കേസിൽ പെട്ടിട്ട് അശൻ ജയിലിലായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയതിനു ശേഷം ഇവൻ ജയിലിൽ കിടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഇവന് ജോലി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന്റെ ഫ്രണ്ട്സ് നടത്തുന്ന ഈ ഒരു ഹൊറർ ഹൗസിൽ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നറിയാനായിട്ടാണ് നമ്മുടെ ഓക്കി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇവന്മാരുടെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമായിരുന്നു. ഇപ്പൊ ഓക്കി ഈ ഒരു കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോ ഇവർ പറയാണ്, എടാ ഇപ്പൊ ഒരാളെ പണിക്കെടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല, ബിസിനസ് ഒക്കെ വളരെ മോശമാണ്, ഞങ്ങൾക്ക് 3 പേർക്കാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പൈസ വേണ്ട ഒരു സമയമാണ്. ഇപ്പൊ ബെന്ന് പറയാണ്, ചെറുപ്പം മുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് നവോമി, അവളെ കല്യാണം കഴിക്കാനായിട്ട് അവൾ നല്ല രീതിയിൽ പ്രഷർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം അവളുടെ വീട്ടിൽ അറിയിച്ച സമയത്ത് അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഓഡിറ്റോറിയം എടുത്തിട്ട് ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നടത്തണം എന്നാണ് ഇവനോട് പറയുന്നത്. പക്ഷെ അവന്റെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അയാള് നവോമിനെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അവന് നല്ല സംശയമാണ്. ബോറിസ് ഇപ്പൊ പറയാണ്, എടാ എന്റെ ഒരു അവസ്ഥ നിനക്കറിയോ, ഞാനാണെങ്കിൽ മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷെ മിലിറ്ററിയിലേക്ക് കയറാനായിട്ടുള്ള ആ ഒരു ടെസ്റ്റ് ഒന്നും പാസ്സാവാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ അവനോട് പറഞ്ഞു, നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും ടെസ്റ്റ് പാസ്സാവും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് മാത്രമല്ല ഇവിടെ ഓഫീസേഴ്സിന്റെ ഇടയിൽ നല്ല രീതിയിലൊന്ന് പുഷും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും ഈ ഒരു ജോലി കിട്ടുന്ന ഉറപ്പാണ്. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഓഫീസർ ചെയ്യണമെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ പൈസ കൊടുക്കണം. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബോറിസ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്നിങ്ങനെ പറയാണ്. ഈ ഒരു സമയത്താണ് മൂന്നാമനായിട്ടുള്ള ജംഗൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇപ്പോ ജംഗൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് പള്ളിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവന്റെ അടുത്ത്, എടാ നീ എവിടെ പോയതായിരുന്നു ഇങ്ങനെ ഓക്കി ചോദിക്കുന്നുണ്ട്. അവൻ പറയാണ്, ആ ഞാൻ പള്ളിയിൽ വന്ന് പോയതാടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഓക്കിക്ക് ഭയങ്കര അത്ഭുതം വന്നിട്ടുണ്ട്. കാരണം ഇവൻ ജയിലിൽ പോകുന്ന ആ ഒരു സമയത്ത് അശാൻ കള്ളൊക്കെ കുടിച്ച് ചീട്ടും കളിച്ച് നടക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. ഇവൻ ഇത്ര പെട്ടെന്ന് നന്നായെന്ന് വിചാരിച്ചിട്ട് ഓക്കി അങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇപ്പോഴാണ് ബെന്നാനെ വിളിച്ചിട്ട് പറയുന്നത്, ഇവൻ ഒരുപാട് പൈസ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ആ ഒരു കടക്കാരെ പേടിച്ചിട്ടാണ് ആശാൻ പള്ളിയിൽ കയറിയിരിക്കുന്നത്. അപ്പൊ പള്ളിന്റെ ഉള്ളിൽ വന്നിട്ട് ആരും തല്ലൂലല്ലോ. ഇത് കേട്ടിട്ട് ജംഗല് അങ്ങനെ ചമ്മിച്ചടങ്ങി അവിടെ നിൽക്കുകയാണ്. ഇവരുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന മെർലിൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവളുടെ മുഖത്ത് വല്ലാത്തൊരു എക്സ്പ്രഷൻ വരികയാണ്. ഇപ്പൊ ഓക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ മെർലിൻ പറയാണ്, എടാ നീ ഏതൊരു വലിയ കൊലപാതക കേസിൽ ഉൾപ്പെട്ടിട്ട് നിന്നെ കോടതി തലവെട്ടി കൊന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ പറയാണ്, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, ഞാനൊരു ആടിനെ വണ്ടി ഇടിച്ച് കൊന്ന കേസിനാണ് ജയിലിൽ പോയി കിടന്നത്, അല്ലാതെ കൊലപാതക കേസൊന്നും അല്ല, നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. മെർലിൻ ആണെങ്കിൽ ബാക്കിയുള്ളവന്മാരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബെന്ന് പറയാണ്, എടാ അളിയാത് പിന്നെ ആടാണെങ്കിലും കൊലപാതകം തന്നെയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിവാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ ശരി, 2 മാസം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോ നീയൊക്കെ പുതിയ കഥ അടിച്ച് ഇറക്കിയടാ തിണ്ടികളെ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കാണ്. സീൻ കൂടുതൽ വഷളാവുന്നതിന് മുന്നേ മെർലിൻ ഇപ്പൊ പറയുന്നുണ്ട്, നമുക്കൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് മെർലിൻ അവിടുന്ന് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ചെക്കന്മാര് മേക്കപ്പ് ഒക്കെ എടുത്തിട്ട് അവരവരുടെ സ്ഥാനത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കാണ്. അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു കപ്പിൾസ് ആയിരുന്നു. അവരിങ്ങനെ ഈ ഒരു ഹൊറർ ഹൗസിൽ കൂടെ നടന്നിങ്ങനെ വരികയാണ്. ഇപ്പൊ ഈ ഒരു ഹൗസിന്റെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്ന നമ്മുടെ ബോറിസിനെ ഇങ്ങനെ ഇവര് കാണുന്നുണ്ട്. ഇവരെ കണ്ടപ്പോ തന്നെ ബോറിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ ഈ ഒരു കാണിക്കൽ കണ്ടിട്ടൊന്നും ഇവര് പേടിക്കുന്നില്ല. ആ ഒരു ലേഡി ഇവന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ബോറിസ് പറയാണ്, പ്രേതാടോ. ഓ പ്രേതായിരുന്നല്ലേ, നിന്റെ ഈ ഒരു മുടിയും മേക്കപ്പ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി വല്ല അമ്മമ്മറ്റായിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് അവര് നല്ല രീതിയിൽ കിടന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും മുന്നോട്ട് നടന്ന സമയത്ത് അത് അവിടെ നിൽക്കുന്നു ബെന്നിന്റെ ഈ ഒരു മേക്കപ്പും കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് ഇവരും കിടന്ന് നല്ല രീതിയിൽ ചിരിക്കുകയാണ്. അപ്പോഴാണ് ജംഗൽ അവിടേക്ക് ഒരു നേഴ്സിന്റെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇഴഞ്ഞു വരുന്നത്. ഇതൊക്കെ ഇന്തോനേഷ്യയിലത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രേതങ്ങളുടെ കോസ്റ്റ്യൂംസ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഇവര് പേടിക്കുന്നില്ല. ഇവനെ കണ്ടിട്ട് നല്ല രീതിയിൽ കിടന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും മുന്നോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കി ഒരു ജനലിൽ കൂടെ തല പുറത്തേക്കിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇവന്റെ ഈ ഒരു തല മാത്രം ജനലിൽ കൂടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ഇവര് പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് കാറിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഇപ്പോ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല നിരാശയോടെ നമ്മുടെ പിള്ളേര് ഇപ്പൊ അവര് മേക്കപ്പ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇവരടുത്ത് ഓക്കി പറയാണ്, എടാ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വൃത്തിയായിട്ട മുഖം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ആൾക്കാരെ പേടിപ്പിക്കണം, എന്നാലും ഇവിടെ ബിസിനസ് നടക്കുള്ളൂ, പിന്നെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഒന്ന് മൊത്തത്തിൽ മാറ്റണം, ഇതെന്താ വല്ല വിറക് വരേറ്റാണോ. ജംഗൽ ഇപ്പൊ പറയാണ്, എടാ സെറ്റപ്പ് ഒക്കെ മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറെ പൈസ ചെലവാകും, അതൊന്നും തൽക്കാലം ഇപ്പൊ നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടൂല എന്നൊക്കെ പറഞ്ഞിട്ട്
അമ്മ അവിടുന്ന് പോകുന്നുണ്ട്. ഓക്കിയുടെ അമ്മ തീരെ സുഖമില്ലാതെ വീട്ടിലിങ്ങനെ കിടക്കാണ്. അവർക്ക് കൊടുക്കാനുള്ള മരുന്ന് വാങ്ങാനുള്ള പൈസ പോലും നമ്മുടെ ഓക്കിയുടെ കയ്യിലില്ല. ഇപ്പൊ അവൻ ഭയങ്കര വിഷമിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പറയാണ്, എടാ മരുന്ന് വാങ്ങാനുള്ള പൈസ ഇല്ലെങ്കിൽ നീ മരുന്നൊന്നും വാങ്ങണ്ട, എനിക്കിനി നിന്റെ അച്ഛനെ അടക്കിയിട്ടുള്ള ആ ഒരു കുഴിമാടല്ലേ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കല്ലറ വാങ്ങി തന്നാൽ മതി, അമ്മേന്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറും, ഇങ്ങനൊന്നും പറയല്ലേ. എനിക്കിത് കേട്ടിട്ട് നല്ല വിഷമാവുന്നുണ്ട്. മരുന്ന് വാങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോളാം. ഓക്കി ഇപ്പൊ അവിടെ നിന്ന് നീറ്റിട്ട് പോവാണ്. പോകുന്ന വഴിക്ക് അലമാരയിലിരിക്കുന്ന ആ ഒരു വീടിന്റെ ആധാരം ഓക്കി കാണുന്നുണ്ട്. ആ ഒരു ആധാരം കയ്യിലെടുത്തിട്ട് ആശാൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഇപ്പൊ ഈ ഒരു ഹൊറർ ഹൗസിലാണെങ്കിൽ ഈ കാർണിവലിന്റെ മാനേജർ വന്നിട്ടുണ്ട്. നമ്മുടെ ചെക്കന്മാരുടെ അടുത്ത് ഇയാൾ നല്ല രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസമായിട്ട് നിങ്ങളൊന്നും വാടക തന്നിട്ടില്ല, ഒരു മനുഷ്യപറ്റിന്റെ പേരിലാണ് ഞാൻ ഇത്രയും കാലം ഒന്നും പറയാത്തത്, 1 മാസം കൂടി ഞാൻ നോക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാടക തരുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാണത്തിനും ചവിട്ടി ഞാൻ പുറത്താക്കും. ഇത് കേട്ടിട്ടാണ് ഓക്കി അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ ഓക്കി മാനേജറുടെ അടുത്ത് പറയാണ്, അടുത്ത മാസം ആവുമ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങൾ പൈസ തരും. ഇപ്പൊ മാനേജർ ചോദിക്കാണ്, നീ ഏതാ, നിന്നെ ഞാൻ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഈ ഒരു പരിപാടി നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ പോകാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്, അപ്പൊ എന്തായാലും അടുത്ത മാസം നിങ്ങളെ പൈസ തരുന്നു പറഞ്ഞിട്ട് ഓക്കെ അയാളെ ഒരു തരത്തിൽ സമാധാനിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ചെക്കന്മാരെ ഒന്ന് ചോദിക്കാണ്, നീ എന്ത് കെയർ ഓഫിലാണ് 1 മാസത്തിനുള്ളിൽ വാടക കൊടുക്കാന്നൊക്കെ വിളിച്ചു പറഞ്ഞത്, ഇത് എങ്ങനെ മെച്ചപ്പെടുത്തുന്ന നീ പറയുന്നത്? ഇപ്പൊ ഓക്കെ അവന്റെ കയ്യിലുള്ള ആ ഒരു ആധാരം കാണിച്ചിട്ട് പറയാണ്, എടാ ഇത് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ കിട്ടും, ആ ഒരു പൈസ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ഥലം ഒന്നുകൂടി അടിപൊളിയാക്കി എടുക്കാം, കിട്ടുന്നതിന്റെ ഒരു ഭാഗം എനിക്കും തന്നാൽ മതി. ഇപ്പൊ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഹൊറർ ഹൗസ് അവരൊന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ജംഗലിനെ ഇങ്ങനെ തൂക്കിയിടാനുള്ള സെറ്റപ്പ് ഒക്കെ അവരവിടെ ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടിമിന്നൽ അടിക്കുന്ന പോലത്തെ സൗണ്ടും ലൈറ്റ് ഒക്കെ വരുന്ന രീതിയിൽ, അതേപോലെ പുറത്ത് കുറച്ച് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഹൊറർ ഹൗസിനെ ഒന്നും കൂടി ഹൊററാക്കി എടുക്കുകയാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാർണിവലിലേക്ക് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവരുടെ കൂട്ടത്തില് ബസൂക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ കാമുകിനെ കൂട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു അവിഹിതം സെറ്റപ്പ് ആണെന്നുള്ളത്. അവർ ആ ഒരു കാർണിവലൊക്കെ ചുറ്റി കണ്ടിട്ട് അങ്ങനെ നടക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് ബസൂക്കിന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വന്നത്. ഈ കാമുകി കാണുന്നത് അവളിപ്പോ പേടിച്ചിട്ട് ബസൂക്കിന്റെ അടുത്ത് എവിടെയും പോയി ഒളിച്ചിരിക്കാനായിട്ട് പറയാണ്. അങ്ങനെ അവർ നോക്കുന്ന സമയത്താണ് ഈ ഒരു ഹൊറർ ഹൗസ് കാണുന്നത്. ഇപ്പൊ കാമുകി ബസൂക്കിനോട് അവിടെ പോയിട്ട് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. ബസൂക്കി പോകുന്നതിന്റെ ഇടയിൽ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവന്റെ പേര് ഒമറ്റ് എന്നാണ്. ഈ ഒരു ടെൻഷനിലായതുകൊണ്ട് തന്നെ ഒമറ്റിന്റെ മേത്തേക്ക് അറിയാതെ ബസൂക്കി ഒന്ന് തട്ടി പോകുന്നുണ്ട്. ഇവർ തമ്മിൽ നല്ല രീതിയിൽ കശവിശിയാവാണ്. ഒരു വിധത്തിൽ ഇതൊക്കെ പറഞ്ഞ് സോൾവ് ആക്കിയിട്ട് ബസൂക്കി ഇപ്പൊ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ബസൂക്കി നേരെ ആ ഒരു ഹൊറർ ഹൗസിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് ആ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഒരു ഹൊറർ ഹൗസിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. എന്നാൽ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഡിസിൻ ബോട്ടിൽ നിലത്തേക്ക് വീണ് പോയിട്ടുണ്ട്. നല്ല ടെൻഷനിലായതുകൊണ്ട് തന്നെ ഇയാൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇപ്പോ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ നല്ല പേടിയാവുന്ന ഒരു അന്തരീക്ഷമാണ്. അയാളിപ്പോ മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ചെക്കന്മാരാണെങ്കിൽ കൊടുത്ത പൈസക്ക് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. അയാൾ അവിടെ ഇട്ടിട്ട് പേടിപ്പിച്ച് ഓടിക്കുകയാണ്. അങ്ങനെ ടെൻഷനായിട്ട് ഇയാളിപ്പോ മുന്നോട്ടേക്ക് ഓടുകയാണ്. ആ സമയത്താണ് ഇവർ പുതിയതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജംഗിള് ആ ഒരു കയറിൽ തൂങ്ങി ഇയാളെ നല്ല രീതിയിൽ പേടിപ്പിക്കുന്നത്. ഇയാളാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല രീതിയിലുള്ള നെഞ്ചുവേദന വന്നിട്ടുണ്ട്. പോക്കറ്റിൽ വെച്ചിട്ടുള്ള അയാൾ ആ ഒരു മരുന്ന് എടുത്ത് കഴിക്കാനായിട്ട് ബസൂക്കി പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ തപ്പുന്നുണ്ട്. പക്ഷെ അത് നിലത്ത് വീണ് പോയതുകൊണ്ട് തന്നെ അയാൾ അവിടെ കിടന്നിട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇവന്മാർ 4 പേരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട്. അവർ ഓടിയോടൊക്കെ പിടിച്ചിട്ട് പൾസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അയാൾ മരിച്ചുപോയി എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ 4 പേടിച്ചു കുറച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യാന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ജംഗൽ ഇപ്പൊ പറയാണ്, എടാ നമുക്ക് പോലീസിനെ വിളിക്കാം, അതല്ലാതെ വേറെ രക്ഷയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ മോറിസ് ഇത് കേട്ടിട്ട് പറയാണ്, എടാ പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമ്മ കേസാക്കും, എന്തായാലും ഉറപ്പാണ് അമ്മ കേസാക്കുന്നത്. അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവിതകാലത്ത് മിലിറ്ററിയിൽ കയറാനായിട്ട് പറ്റില്ല. ഓക്കെ ആണെങ്കിൽ അവനും പറയുന്നുണ്ട്, എടാ ഞാനിപ്പോ ജയിലിൽ നിന്ന് വന്നിട്ടുള്ളൂ, അവന്മാര് വീണ്ടും എന്നെ പിടിച്ച് ജയിലോക്കടാ. വീട്ടിലാണെങ്കിൽ വയ്യാത്ത എന്റെ അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ബോണി പറയാണ്, എന്റെ കല്യാണമാണ് വരുന്നത്, ഇനി ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല എന്താ ചെയ്യാന്നുള്ളത്. അങ്ങനെ 4 പേരും കൂടിയിട്ട് ഇപ്പൊ അങ്ങനെ കിളി പോയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ ഓക്കെ അവനൊരു ധൈര്യം വന്നിട്ട് അവൻ പറയാണ്, ഇനി ഇങ്ങോട്ടേക്ക് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ സീനാവും, അത് കാരണം പരിപാടി നിർത്താനായിട്ട് മെർലിന്റെ അടുത്ത് പോയി പറയാന്ന് പറഞ്ഞിട്ട് ജംഗലിനെ മെർലിന്റെ അടുത്തേക്ക് വിടുകയാണ്. മെർലിൻ അവിടെ ഇരുന്നിട്ട് വഴി കൂടെ പോണ ആൾക്കാരെ മുഴുവനും വിളിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ജംഗൽ ഈ ഒരു സമയത്താണ് അവിടേക്ക് പ്രേതത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോ അവർക്ക് നല്ല പേടിയാവുന്നുണ്ട്. അവിടെ ഇരുന്ന് ഒരു കസാര എടുത്തിട്ട് അവന്റെ മണ്ടയ്ക്ക് 4 കൊടുക്കുന്നുണ്ട്. പോ ദൂരെ പോ പ്രേതം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അടി കൊണ്ടിട്ട് ആശാൻ ഉറക്കെ വിളിക്കുകയാണ്, എടി ഞാനാണ് എന്നെ തല്ലല്ലേ ഇത് ഞാനാണ് ജംഗലാണ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അയ്യോ നീയായിരുന്നാ ഈ ഒരു കോസ്റ്റ്യൂമില് ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ പേടിച്ചു പോടാ, സോറിട്ടാ. അവളുടെ ഒരു ഒടുക്കത്തെ തല്ല്. എടി നമുക്ക് ഇന്നത്തെ ഷോ ഇപ്പൊ തൽക്കാലത്തേക്ക് നിന്ന് നിർത്താനോ? എന്തിനാണ് ഷോ നിർത്തുന്നത്? അത് പിന്നെ പേടിച്ചിട്ട് ഒരാളുടെ കാറ്റ് പോയി. എന്ത് കാറ്റ് പോയിന്നാ? അതല്ല സ്പീക്കറിന്റെ കാറ്റ് പോയിന്ന്. ആ സ്പീക്കറിന് നന്നാക്കാനായിട്ട് ഇലക്ട്രീഷ്യനൊക്കെ വരേണ്ടി വരും. അത് കാരണം നമുക്ക് തൽക്കാലം ഇന്നത്തെ ഷോ ഇവിടെ നിർത്താം. നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലേക്ക് വയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരു വിധത്തില് മെർലിനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് വിടുകയാണ്. എന്നിട്ടിപ്പോ ജംഗൽ ഓടിയിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നേക്കാണ്. എടാ ഞാൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ മെർലിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇതിന് ഇവിടെ തന്നെ കുഴിച്ചിട്ടാലോ? ഇപ്പൊ ഓക്കെ പറയുന്നുണ്ട്, അത് നല്ലൊരു ഐഡിയ, ഇവിടെ ആകുമ്പോൾ ആരും അറിയില്ല, വാ എന്നാ കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് അവരവിടെ ഒരു വലിയ കുഴിയൊക്കെ കുത്തുന്നുണ്ട്. അങ്ങനെ കുഴി കുത്തി കഴിഞ്ഞപ്പോ ഈ ഒരു കുഴിയിലേക്ക് ഇയാളെ ഇറക്കി വെക്കണല്ലോ. അപ്പൊ അതിന് എല്ലാവർക്കും നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഇപ്പൊ ജംഗൽ ചോദിക്കാണ്, അല്ല ഈ ഐഡിയ ആരായിരുന്നു? അയാൾ തന്നെ ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, നീ തന്നെ ഈ ഒരു ഐഡിയ പറഞ്ഞേ, അപ്പൊ തന്നെ പിടിച്ച് കുഴിയിലേക്ക് ഇറക്കി വെച്ചോ ഇങ്ങനെ പറയുന്നുണ്ട്. ഓഹോ അതെന്റെ ഐഡിയ ആയിരുന്നല്ലേ, എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. അതൊന്നും വേണ്ട, നീ തന്നെ ഇറക്കി വെച്ചാൽ മതി. ഇത് കേട്ടിട്ട് അവൻ അങ്ങനെ പേടിച്ച് കുറച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ആശാൻ തന്നെ ഈ ഒരു കുഴിയിലേക്ക് അയാളെ ഇറക്കി വെക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഇപ്പോ അവൻ തന്നെ ഈ ഒരു കുഴിയിലേക്ക് അയാളെ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് എങ്ങനെയൊക്കെയോ അതിന്റെ മുകളിൽ കുറെ
മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു വിധത്തിൽ അവിടെ തന്നെ അയാളെ കുഴിച്ചു മൂടുകയാണ്. ഇപ്പൊ ബസൂക്കിന്റെ കാമുകി അവളെ നമുക്ക് ഡയാന എന്ന് വിളിക്കാം. ഡയാന അയാളെ തെരഞ്ഞിട്ട് ആ ഒരു ഹൊറർ ഹൗസിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ പോയി നോക്കുന്ന സമയത്താണെങ്കിൽ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവൾക്ക് എന്തോ ഒരു സംശയം ആവുന്നുണ്ട്. അവള് മെല്ലെ താഴേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ ബസൂക്കി സ്ഥിരം കഴിക്കാറുള്ള ആ ഒരു മരുന്നിന്റെ ബോട്ടിൽ അവിടെ നിലത്ത് കിടക്കുന്നത് അവൾ കണ്ടു. അവൾ ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് മെല്ലെ കയ്യിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ബസൂക്കിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഡയാന മെല്ലെ ആ ഒരു ഹൊറർ ഹൗസിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ഹൊറർ ഹൗസിന്റെ ഉള്ളിൽ ഈ 4 എണ്ണം കൂടിയിട്ട് നല്ല ചെകുത്താന്മാരുടെ വേഷത്തിലാണല്ലോ നിൽക്കുന്നത്. ഇവന്മാരെ കണ്ടിട്ട് ഇവള് പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. ഇവളെ കണ്ടിട്ടാണെങ്കിൽ ഇവന്മാരും പേടിക്കുന്നുണ്ട്. ഇനി ഇതുവല്ലോ ഇവള് കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവള് ചോദിക്കാണ്, ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാള് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ഓക്കെ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്കൊന്നും ആരും വന്നിട്ടില്ലല്ലോ, ഞങ്ങൾ ഇന്ന് പിന്നെ ഇവിടെ പണി നടക്കുന്നുണ്ടേ ഞങ്ങൾ നേരത്തെ ക്ലോസ് ചെയ്തായിരുന്നു, അപ്പൊ അതുകൊണ്ട് ആരും വന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഡയാന പറയാണ്, അല്ല അയാൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടാണല്ലോ, ഒരു മഞ്ഞ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരാള്, അയാളുടെ മരുന്ന് ബോട്ടിലാണിത്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ അമര് പറയാണ്, ഇല്ല കണ്ടിട്ടില്ല എന്ന് പറയാണ്. അയാളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്, അപ്പൊ അയാൾ കഴിക്കുന്ന ഒരു മരുന്നാണ് ഇത്, അത് ഇവിടെ കിടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാം. ഇപ്പൊ ഇവന്മാര് അവളുടെ അടുത്ത് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. ഓക്കെ ഇപ്പൊ അവളുടെ അടുത്ത് പറയാണ്, ഈ ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാരൊക്കെയാണോ ഹൊറർ ഹൗസിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്ന വേണേ, അയാൾ ഇവിടെ കിടന്ന് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും? ബാക്കിയുള്ളവർ പറയാണ്, അല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചാൽ ആര് സമാധാനം പറയുന്നതാണ് അവൻ ചോദിച്ചത്. അത് തന്നെ ഇയാൾ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ല, നിങ്ങൾ പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവളെ പറഞ്ഞു വിടുകയാണ്. ഡയാന ആണെങ്കിൽ സംശയിച്ച് അവിടുന്ന് ഇപ്പൊ മെല്ലെ ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും പേടിയായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അയാൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മഞ്ഞ തൊപ്പി അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, അത് ഇവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഡയാന എണീറ്റിട്ട് ബസൂക്കിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു സംശയം ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഹൊറർ ഹൗസിൽ നിന്ന് കിട്ടിയിട്ടില്ല ഈ മെഡിസിൻ ബോട്ടിൽ അവളിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. അവളുടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു മേശ വലുപ്പിലേക്ക് അത് മെല്ലെ ഇട്ടിട്ട് അവൾ അവിടുന്ന് പോവാണ്. ഇപ്പൊ ഈ ഒരു ഹൊറർ ഹൗസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെർലിൻ അവിടേക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോഴാണ് തലേദിവസം ബസൂക്കിയുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ടുള്ള ആ ഒരു മഞ്ഞ തൊപ്പി അവൾ കാണുന്നത്. അത് ആരെയെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അസ്ഥികൂടത്തിന്റെ മുകളിലേക്ക് ഈ ഒരു തൊപ്പി വെച്ച് കൊടുക്കുകയാണ്. ബോറിസിന്റെ ആ ഒരു വീട്ടില് ഇവന്മാരെല്ലാരും കൂടി ഒത്തുകൂടിയിട്ടുണ്ട്. എങ്ങാനും പോലീസ് പൊക്കിയിട്ടുണ്ടെങ്കിൽ ആകെ സീനാവല്ലോ, അതാലോചിച്ചിട്ട് ഇവന്മാർക്ക് ആർക്കും ഒരു സമാധാനം ഇല്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ബോറിസിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും തന്നെ അവിടുന്ന് ചെതറി കിടന്ന് ഓടുന്നുണ്ട്. ചടപടാന്ന് അവിടുത്തെ സെറ്റപ്പുകൾ മൊത്തം മാറ്റാണ്. ഒരു മിലിറ്ററി ക്യാമ്പിൽ നടക്കുന്ന ഒരു ഫീല് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇവന്മാർ കൊണ്ടുവരാണ്. ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ വിരിക്കുന്നുണ്ട്. ഇപ്പൊ ബെന്നും ജംഗലും ബോറിസും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മിലിറ്ററി യൂണിഫോം ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോറിസ് ഇപ്പോ ആ ഒരു ഫ്ലെക്സിന്റെ മുന്നിൽ ഈ ഒരു യൂണിഫോമിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്നിട്ടാണ് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ ബോറിസ് ഇങ്ങനെ ആ ഒരു വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നോക്കുന്ന സമയത്താണെങ്കിൽ ബാക്കിൽ ബെന്നും ജംഗലും കൂടിയിട്ട് ആ ഒരു മിലിറ്ററി യൂണിഫോം ഇട്ടിട്ട് ഇങ്ങനെ മാർച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറിസിന്റെ വീട്ടില് അവനിപ്പോ മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെയാണ് അവൻ അമ്മേന്റെ അടുത്ത് തള്ളി മറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ വിളിക്കുന്ന സമയത്ത് അമ്മേനെ കാണിക്കാനായിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ മാറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണെങ്കിൽ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇവന്മാരിങ്ങനെ മാർച്ച് ചെയ്ത് നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ അമ്മ അവനോട് ചോദിക്കുകയാണ്, എടാ നീ ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ അല്ലേ, അപ്പൊ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ബാക്കിൽ നടക്കുന്ന ആ ഒരു ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് വേണമെങ്കിലും കേൾക്കുമല്ലോ, അപ്പൊ നിന്റെ ജൂനിയേഴ്സിന്റെ അടുത്ത് നീ ഒരു ഓർഡർ ഇട്, അമ്മ എന്ന് കാണട്ടെ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ അവൻ പറയണേ, ഓർഡറോ അതൊക്കെ എന്തിനാ ഇപ്പൊ, അതിനൊന്നും ആവശ്യമില്ല അമ്മേ എന്നിങ്ങനെ അവൻ പറയുന്നുണ്ട്. അമ്മ പറയണേ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ഒരു പ്രാവശ്യം കാണണം, നീ എന്തെങ്കിലും ഒരു ഓർഡർ കൊടുക്കുന്ന എനിക്ക് ഒരു പ്രാവശ്യം കാണണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബോറിസ് ഗൈസ് ഒന്നിങ്ങോട്ടേക്ക് വരൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ്. ഇപ്പൊ അമ്മമാരെ എസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവരൊരു സല്യൂട്ടൊക്കെ കൊടുക്കുകയാണ്. ഇപ്പൊ അമ്മ പറയാണ്, എന്തെങ്കിലും ഓർഡർ കൊടുക്കുക അമ്മമാർക്ക്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അമ്മരോട് പറയും എന്നിങ്ങനെ പറയണം. അപ്പൊ ബോറിസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറയാനായിട്ട് അമ്മരോട് അങ്ങോട്ടും ഇങ്ങോട്ടും മോന്തയ്ക്ക് അടിക്കാനായിട്ട് പറയാന്ന് പറയണം. അമ്മയാണെങ്കിൽ നല്ലൊരു സൈക്കോ എന്ന് തോന്നുന്നുണ്ട്. അമ്മേന്റെ നിർബന്ധം കാരണം ഒരു രക്ഷയില്ലാതായതുകൊണ്ട് ഇപ്പൊ ബോറിസ് അമ്മയുടെ അടുത്ത് മുഖത്തടിക്കാനായിട്ട് ഓർഡർ കൊടുക്കുകയാണ്. ഇപ്പൊ അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ ഇങ്ങനെ അടിച്ച് കളിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അമ്മ പറയാണ്, ഇതെന്താ പിള്ളേരടിക്കുന്നവരുണ്ടല്ലോ, വലിച്ചടിക്കാനായിട്ട് പറയടാ. ഇപ്പൊ ബോറിസ് ഗൈസ് സ്പീഡിലടിക്കുക ഗൈസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു വളിച്ച ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ബെന്നും ചെങ്കലും കൂട്ടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് അടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് വേദന എടുക്കുന്നുണ്ട്. പക്ഷെ നൻപിന് വേണ്ടിയിട്ടല്ലേ അത് വിചാരിച്ചിട്ട് അമ്മമാരിങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ അമ്മേന്റെ അടുത്ത് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്ത അതേ സമയത്ത് തന്നെ ഇവന്മാർ ഓടി വന്നിട്ട് ബോറിസിനെ കുനിച്ച് നിർത്തി കുത്തുന്നുണ്ട്. ഇപ്പൊ ഓക്കെ വന്നിട്ട് പറയാണ്, ഗൈസ് നിങ്ങൾ ഇങ്ങനെ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ഓക്കെ പറയുന്നുണ്ട്, എടാ നമ്മൾ അവിടെ പോവാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നമ്മൾ കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ നമ്മൾ പെരുമാറണം. നമ്മൾ ഈ പേടിച്ച് കളിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് സംശയം വരും. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തായാലും പോയിട്ട് ആ ഒരു ഹൊറർ ഹൗസ് തുറക്കണം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഇപ്പോ ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു ഹൊറർ ഹൗസിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് ഷോ നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നല്ലൊരു തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. ഇപ്പൊ അവരെല്ലാരും പേടിച്ചിട്ട് പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. ബാക്കോട്ടേക്ക് നോക്കുമ്പോഴാണെങ്കിൽ ബാക്കിലുണ്ടായിരുന്ന ആ ഒരു വാതിൽ ഇങ്ങനെ മെല്ലെ തുറക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കറണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഇവരെല്ലാരും കൂടി പേടിച്ചിട്ട്
എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നിങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ തട്ടിമറിച്ച് ഈ ഒരു നിലത്തേക്ക് ഇങ്ങനെ ഇടുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇവന്മാര് പേടിച്ച് വിറച്ച് ഇങ്ങനെ കിടുകിടാന്ന് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരിങ്ങനെ വിറച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് മെർലിൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ഇവന്മാരെ വിളിക്കുന്നുണ്ട്. അപ്പൊ നോക്കുന്ന സമയത്താണെങ്കിൽ 4 എണ്ണം കൂടിയിട്ട് ഇങ്ങനെ പേടിച്ച് കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവളെ കണ്ടു കഴിഞ്ഞപ്പോ അവരിങ്ങനെ ഒരു ധൈര്യം വന്നതുപോലെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ഇവള് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ഇവളിങ്ങനെ ചോദിക്കുകയാണ്, എന്താ നിനക്കൊക്കെ പറ്റിയേ? അത് തന്നെ ഞങ്ങള് ഒന്ന് റിഹേഴ്സൽ എടുത്ത് നോക്കിയതാ. ആ ശരി വേഗം റെഡിയാവും, നമുക്ക് കസ്റ്റമർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് പോകാനായിട്ട് തുടങ്ങിയ സമയത്താണ് നിലത്ത് കുറെ സാധനങ്ങൾ ഇങ്ങനെ ചിന്നിച്ചെതിരി കിടക്കുന്ന കണ്ടത്. അത് എടുത്തു വെക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഇവന്മാരാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. അത് അവിടെ തന്നെ വെച്ചേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു വിധത്തിൽ പറഞ്ഞു വിടുകയാണ്. ഇവിടേക്ക് ഇപ്പോ കസ്റ്റമറായി എത്തിയിട്ടുള്ളത് 2 ചെക്കന്മാരായിരുന്നു. അതിലൊരുത്തൻ ടിക്ടോക്ക് വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു തേങ്ങയില്ല പേടിക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ ചിരിച്ച് ചത്തിട്ടുണ്ട്, അതാ നിന്നെ കൂട്ടി വന്നേ എന്ന് പറഞ്ഞിട്ട് ഇവര് നോക്കുന്ന സമയത്താണെങ്കിൽ സൈഡിൽ കൂടെ പെട്ടെന്ന് കൃഷ്ണനായിട്ട് ഒരാളിങ്ങനെ പോകുന്നത് ഇവർ കാണുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ട് ഇവര് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് മുന്നോട്ടേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഈ ഒരു തണുത്ത കാറ്റൊക്കെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പടർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അപ്പൊ വല്ലാത്തൊരു കാറ്റും വല്ലാത്തൊരു ഭീകരതയും പിന്നെ അവന്മാർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഇവന്മാർ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ച് മുന്നോട്ടേക്ക് നടക്കുമ്പോഴാണെങ്കിൽ ഒരു പന്തം പാഞ്ഞു വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കുത്തി നിൽക്കുകയാണ്. എന്നിട്ട് അതിന് സ്വന്തം തീ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ബോറിസും പെണ്ണും കൂടിയിട്ട് അവിടെ പേടിച്ചിരിക്കുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇവന്മാർ പേടിച്ചിട്ട് ഇപ്പൊ വേക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ബസൂക്കിയുടെ ആ ഒരു പ്രേതം അതിലിങ്ങനെ നടക്കുന്നത് ഇവന്മാർ കാണാണ്. ഇത് കണ്ടിട്ട് ഇവന്മാർ പേടിച്ചിട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. ഈ ഒരു പ്രേതത്തിന്റെ കോസ്റ്റ്യൂമിൽ ഇവന്മാർ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ബ്ലോഗർമാർക്ക് നല്ല പേടിയാവുന്നുണ്ട്. അപ്പൊ ഇവന്മാരെ കണ്ടിട്ട് ബ്ലോഗർമാർ ഇറങ്ങി ഓടുകയാണ്. ഓക്കി 100 അവന്റെ ജീവനും കൈ പിടിച്ചിട്ട് ഓടുകയാണ്. പക്ഷെ നമ്മുടെ ജംഗൽ മാത്രം അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണല്ലോ ആ ഒരു കോസ്റ്റ്യൂമിൽ. അതുകൊണ്ട് ആശാന് മാത്രം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. അവരുടെ എന്നൊന്ന് നിലത്തിറക്കടാ എന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുകയാണ്. ബസൂക്കിയുടെ ശരിക്കുള്ള ഭാര്യ ഇപ്പൊ ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ്, പുള്ളിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. സാറേ, ബസൂക്കി ആണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആ ഒരു ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനിരുന്നായിരുന്നു. ഇനിയിപ്പോ അയാളുടെ ശത്രുക്കൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ത്രീ വിളിച്ചിട്ടാണ് അന്ന് ബസൂക്കി വീട്ടിൽ നിന്ന് പോയത്. ഇപ്പൊ പോലീസ് ഓഫീസർ പറയാണ് ഓക്കെ ഞങ്ങൾ അന്വേഷിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഒരുവിധം പേടിച്ചിട്ട് ഇവന്മാർ ഈ ഒരു ഹൊറർ ഹൗസിന്റെ മുന്നിലേക്ക് വന്നേക്കാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അവിടെ മുഴുവൻ ആളിങ്ങനെ കൂടിയിട്ടുണ്ട്. ദൈവം ഇതെല്ലാം ആൾക്കാർ അറിഞ്ഞോ എന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മമാര് പേടിച്ച് അവിടെ നിൽക്കാണ്. ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ആ ഒരു കാർണിവലിന്റെ മാനേജർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അയാൾ ഇവന്മാരോട് പറയാണ്, നീയൊക്കെ ഇവിടെ എന്താ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്? അവിടെ എന്തോ ആൾക്കാർ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്, പോയി പണിയെടുക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവാണ്. ഇത് കേട്ടിട്ട് ഇവന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ മെർലിൻ അങ്ങോട്ടേക്ക് വരുന്നത്. മെർലിൻ വന്നിട്ട് അവരോട് പറയാണ്, എടാ നമ്മുടെ ഹൊറർ ഹൗസ് വൈറലായി. ഇന്നലെ വന്ന ആ ഒരു പയ്യന്മാരില്ലേ അമ്മമാര് വീഡിയോ എടുത്തിട്ട് ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്തടാ. അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടു മോനെ എന്നിങ്ങനെ പറയാണ്. ഇവര് നോക്കുന്ന സമയത്താണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇവരുടെ ഈ ഒരു ഷോ കാണാനായിട്ട്. ഇപ്പൊ ഇവർക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. ഇവന്മാര് ഈ ഒരു ഹൊറർ ഹൗസിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. ഇവന്മാരിപ്പോ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പേടിച്ചിട്ട് ആ റൂമിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവര് ചുറ്റും നോക്കുകയാണ് ബസൂക്കിയുടെ ആ ഒരു പ്രേതത്തിനെ കാണുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നോക്കിയിട്ട് പ്രേതത്തിനൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അതുകൊണ്ട് തന്നെ എടാ പ്രേതം വന്നിട്ടില്ലെങ്കിൽ പരിപാടി മൊത്തം കൊള്ളാവൂല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവന്മാരങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഇപ്പൊ പറയുന്നുണ്ട് പ്രേതത്തിന് ദേഷ്യം വന്നാലുള്ളൂ പ്രേതം പുറത്തേക്ക് വരാം, അപ്പൊ എന്തെങ്കിലും കാണിച്ചിട്ട് പ്രേതത്തിനൊന്ന് ദേഷ്യം പിടിപ്പിക്കേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ബോറിസ് ആണെന്നുണ്ടെങ്കിൽ പ്രേതത്തിനെ വല്ല തെറിയൊക്കെ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് പ്രേതം ആ ഒരു ഭാഗത്തേക്കൊന്നും വരുന്നൊന്നുമില്ല. ഇപ്പൊ ജംഗല് പറയാണ്, എടാ ഒരു ഐഡിയ ഞാൻ പറയട്ടെ, പ്രേതത്തിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ശവക്കല്ലറേന്റെ മുന്നിൽ പോയി മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവന്മാർ പറയാണ്, ആ അത് നല്ലൊരു ഐഡിയ ആണ്, നീ പോയി ഒഴിക്കുന്നു പറയുന്നുണ്ട്. ഇപ്പൊ ഇവൻ ചോദിക്കുകയാണ്, അതിനെ ഞാൻ തന്നെ പോയി ഒഴിക്കുന്നത്, ഞാൻ ഒഴിക്കൊന്നുമില്ല, നിങ്ങൾ പോയി ഒഴിക്കുക എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ മോറിസ് ആണെങ്കിൽ ഇത് നിന്റെ ഐഡിയ അല്ലേ, അപ്പൊ നീ തന്നെ പോയി ഒഴിക്കുന്നു പറയാണ്. ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണോ എന്തോ ഇമാതിരി ഓരോ ഐഡിയ പറയുന്നത്. അങ്ങനെ ഇവന്മാരെല്ലാരും കൂടി ഉന്തി തള്ളിയിട്ട് നമ്മുടെ ജംഗലിനെ ആ ഒരു ശവക്കല്ലറേന്റെ മുന്നിലേക്ക് വിടുന്നുണ്ട്. ഇപ്പൊ അവനവിടെ പോയിട്ട് മുണ്ടൊക്കെ പൊക്കി മൂത്രമൊഴിക്കാനായിട്ട് തുടങ്ങാണ്. ഓക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, എടാ തലേന്റെ ഭാഗത്ത് തന്നെ മൂത്രമൊഴിക്കുക, എന്നാലേ കൂടുതൽ ദേഷ്യം വരുള്ളൂ എന്നിങ്ങനെ പറയാണ്. അവൻ ആ ഒരു ശവക്കല്ലറയുടെ തലയുടെ ഭാഗത്ത് തന്നെ മൂത്രമൊഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവ മൂത്രമൊഴിക്കാൻ തുടങ്ങിയ അതേ സമയത്ത് തന്നെ അവിടെ നല്ല രീതിയിലുള്ള കാറ്റും കോളും ബഹളമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ശവക്കല്ലറേന്റെ പുറകുന്ന് ഇങ്ങനെ പുകയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രേതത്തിന് നല്ല ദേഷ്യം വന്നു തോന്നുന്നുണ്ട്. എടാ മൂത്രമൊഴിച്ചത് മതി, പ്രേതം വന്നു വാ പോവാന്ന് പറഞ്ഞിട്ട് ഇവന്മാര് 4 വഴിക്കും കിടന്ന് ഓടുകയാണ്. ഇപ്പൊ ജംഗല് വിളിച്ചു പറയാണ്, എടാ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീരാതെ ഇങ്ങനെ നിർത്തുക, എടാ ഒന്ന് കളഞ്ഞിട്ട് വാടേ എന്ന് പറഞ്ഞിട്ട് അവന്മാരെല്ലാരും കൂടി ഓടിയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവിടേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ബസൂക്കിന്റെ പ്രേതം ഇവന്മാരെ നല്ല രീതിയിൽ തന്നെ പേടിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇവന്മാരുടെ പെർഫോമൻസും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കൂടി ആയി കഴിഞ്ഞപ്പോ വന്ന ആൾക്കാർ മുഴുവനും പേടിച്ച് കിണ്ണം പറിച്ചിട്ട് അവിടെ കിടന്ന് ഓടി മറിയാണ്. എന്നിട്ട് ഇവന്മാർ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ അവിടേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കന്മാർക്ക് ഇപ്പൊ ഇഷ്ടമാതിരി പൈസ കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവന് കിട്ടിയിട്ടുള്ള ആ ഒരു പൈസ വെച്ചിട്ട് ആ ഒരു നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു ഓഡിറ്റോറിയം തന്നെ ബുക്ക് ചെയ്യാണ്. എന്നിട്ട് നവോമിന്റെ അച്ഛനെ കാണാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളി പറയാണ്, ആ ഓക്കെ തൽക്കാലം നമുക്ക് ഇതൊക്കെ തന്നെ മതി. വേറൊരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാനായിട്ട് മറന്നുപോയിട്ടുണ്ട്. അതായത് നമ്മുടെ മാരേജ് നടക്കുന്ന സമയത്ത് നല്ലൊരു മ്യൂസിക് ബാൻഡിന്റെ കച്ചേരി വേണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആ എ റഹ്മാൻ അല്ലേ പുള്ളിനെ വിളിച്ചോ, ആ ഒരു റേഞ്ച് ഒക്കെ മതി നമുക്ക് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് ബെന്നാണെങ്കിൽ കിളി പോയി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നവോമിനെ നോക്കിയിട്ട് എന്തുവാടി ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ വൈകുന്നേരം ആയി
കഴിഞ്ഞപ്പോ ജംഗലിനെ കൊണ്ട് വീണ്ടും ആ ഒരു കല്ലറേന്റെ മുകളിൽ മൂത്രം ഒഴിപ്പിച്ചിട്ട് പ്രേതത്തിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താണ്. ഈ കയറുന്ന ആൾക്കാർ മുഴുവനും പേടിച്ച് വരണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ബിസിനസ് നല്ല രീതിയിലായി വരുന്നുണ്ട്. ജംഗല് അവന്റെ കടക്കാർക്ക് കൊടുക്കാനുള്ള ആ ഒരു പൈസയൊക്കെ ഇവൻ മുഴുവനായിട്ട് കൊടുത്ത് തീർക്കുന്നുണ്ട്. ഇവന്മാർക്ക് അങ്ങനെ ഇഷ്ടം പോലെ പൈസ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ അവന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഓക്കെയുടെ അച്ഛന്റെ കല്ലറയുടെ തൊട്ടടുത്തായിട്ട് അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഒരു കല്ലറ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ബോറിസിന് കിട്ടിയ പൈസ കൊണ്ട് അവൻ ആ ഒരു മിലിറ്ററി ഓഫീസറിന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട് കുറച്ച് പൈസ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിന്നെ റെക്കമെൻഡ് ചെയ്യാന്ന് ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇവന്മാരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇവന്മാരെല്ലാരും കൂടിയിട്ട് ഇപ്പോ ബോറിസ് സ്റ്റേ ചെയ്യുന്ന ആ ഒരു വീട്ടിൽ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഇവന്മാര് പണയം വെച്ചിട്ടുള്ള ഓക്കെയുടെ വീടിന്റെ ആധാരമൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. ബോറിസ് ഇപ്പൊ പറയാണ്, എടാ ജംഗലെ നിന്റെ മൂത്രത്തിന്റെ ഒരു പവർ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആധാരം എടുക്കാനായിട്ട് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയാണ്. എല്ലാരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിൽ ഓക്കെ അവിടെ ഉണ്ടായിരുന്ന TV ഒന്ന് ഓണാക്കി വെക്കുന്നുണ്ട്. അപ്പോഴാണ് അതിലൊരു ന്യൂസ് കാണുന്നത്. നമസ്കാരം, പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഹച്ചിൻകുട്ടായി. പൊതുപ്രവർത്തകനും ABCD പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായ ബസൂക്കയെ ഇന്നലെ മുതൽ കാണാനില്ല. എതിർ പാർട്ടിക്കാരായ DCBA-കാരാണ് ബസൂക്കയുടെ തിരോധാനത്തിന് പിന്നിൽ എന്നാണ് പോലീസിന്റെ സംശയം. അജ്ഞാതയായ ഒരു യുവതിയാണ് അവസാനമായി ബസൂക്കയെ വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയത് എന്നാണ് ഭാര്യ സ്വർണ്ണലത പോലീസിനോട് പറയുന്നത്. ഈ സ്ത്രീക്ക് വേണ്ടി രാജ്യമൊട്ടാകെ പോലീസ് വലവിരിച്ചിരിക്കുകയാണ്. ഇവരുടെ ഫോൺ ട്രാക്ക് ചെയ്തതിൽ നിന്നും കൃത്യമായ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് സർക്കിൾ ഇൻസ്പെക്ടറായ താഹോർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ഒരു ന്യൂസ് കണ്ടിട്ട് ഇവന്മാരെല്ലാരും പേടിച്ചിട്ട് ആ ഒരു ടിവിയിലേക്ക് തന്നെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു കാർണിവലിന്റെ മാനേജർ അയാളുടെ ഓഫീസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവന്റെ കൂട്ടത്തില് ഒമറ്റും ഉണ്ട്. ഒമറ്റും ഈ ഒരു ന്യൂസ് കാണുന്നുണ്ട്. ഈ ഒരു ന്യൂസ് കണ്ടിട്ട് ഒമറ്റ് ഭയങ്കരമായിട്ട് ഞെട്ടാണ്. എന്നിട്ട് ഈ ഒരു മാനേജറുടെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒമറ്റ് ഒരു ഊമയാണ്, അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മാനേജറിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബസൂക്കി ഈ ഒരു ഹൊറർ ഹൗസിലേക്ക് കയറി പോകുന്ന ആ ഒരു സമയത്ത് ഒമറ്റ് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഒമറ്റിന്റെ ദേഹത്തേക്ക് ബസൂക്കി അറിയാതെ തട്ടിപ്പോവും. അങ്ങനെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ആ ഒരു ഹൊറർ ഹൗസിലേക്ക് ബസൂക്കി പോകുന്നത് കണ്ടു എന്നാണ് ഒമറ്റ് ഇപ്പൊ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒമറ്റ് ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇയാൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പറയാൻ ശ്രമിച്ചിട്ടും ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ബസൂക്കി ഇപ്പൊ ആ റൂമിൽ നിന്ന് മെല്ലെ ഇറങ്ങി പോവാണ്. നമ്മുടെ ഡയാന അവളുടെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ടിക്ടോക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹൊറർ ഹൗസിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു വീഡിയോ യാദൃശികമായിട്ട് അവൾ കാണുകയാണ്. ഈ വീഡിയോയിലേക്ക് ഇവൾ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അസ്ഥികൂടത്തിന്റെ മുകളില് ബസൂക്കിയുടെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടുള്ള ആ ഒരു മഞ്ഞ തൊപ്പി ഇവൾ ഇങ്ങനെ കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അവളുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു പേടി വരുന്നുണ്ട്. ഇപ്പൊ അവൾ അവിടെ നിന്ന് മെല്ലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഹൊറർ ഹൗസിൽ നമ്മുടെ പിള്ളേർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വാതിൽ തുറന്നിട്ട് ആരോ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ ജംഗിൽ ഇപ്പൊ ഓടിപ്പോയിട്ട് ഇയാളെ കുഴിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് വന്നിട്ട് മൂത്രം ഒഴിച്ചിട്ട് ഇയാൾ ദേഷ്യം പിടിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. പക്ഷേ ഭയങ്കര ധൃതി പിടിച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവരിപ്പോ കാര്യം സാധിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന്റെ കൂട്ടുകാര് ഇവരെ ചുറ്റും കൂടി നിന്നിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവിടേക്ക് വന്നത് കസ്റ്റമേഴ്സ് ആയിരുന്നില്ല, അത് പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു. ഇവരെ കണ്ടിട്ട് നമ്മുടെ ചെക്കന്മാർ ഇങ്ങനെ പേടിച്ചു വരച്ച് അങ്ങനെ നിൽക്കുകയാണ്. പോലീസ് ഓഫീസർ ആയിട്ടുള്ള താഹോർ ഇപ്പൊ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവല്ലോ ബസൂക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പൊ കാണാനായിട്ടില്ല. അയാൾ അവസാനമായിട്ട് വന്നത് ഈ ഒരു കാർണിവലിലേക്കാണെന്നാണ് ഞങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്. നിങ്ങളെങ്ങാനും അയാളെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ചെക്കന്മാർ പറയുന്നുണ്ട്, ഇല്ല കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചെറിയ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹൊറർ ഹൗസ് തുറന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പോ ഞങ്ങൾ അയാൾ വന്നത് കണ്ടിട്ടുമില്ല എന്നിങ്ങനെ ജംഗിൽ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോ എന്താണ് നിങ്ങൾക്ക് ഒരു കള്ളലക്ഷണം, ഞങ്ങൾക്ക് ജന്മൻ എങ്ങനെ ഒരു കള്ളലക്ഷണം ഉള്ളതാണ് സാറേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാ പിന്നെ ശരി കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന നമ്മുടെ മെർലിനെ താഹോർ പോയിട്ട് കാണുന്നുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ക്രഷ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസ് ഓഫീസർ ഇവളെ പുറത്തേക്ക് ഒരു ഡേറ്റിങ്ങിന് വിളിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കുകയാണ്. ഹൊറർ ഹൗസിന്റെ ടൈം കഴിഞ്ഞിട്ട് ഇപ്പൊ ഹൊറർ ഹൗസ് പൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് കയറി പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഒമറ്റ് അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് ഡയാനയായിരുന്നു. അകത്താണെങ്കിൽ നമ്മുടെ ചെക്കന്മാര് അന്ന് കിട്ടിയ പൈസ മുഴുവൻ ഇങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഇവർ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടേക്ക് നമ്മുടെ ഡയാന കയറി വന്നിട്ടുള്ളത്. ഡയാന ഇപ്പൊ അവരോട് ചോദിക്കുകയാണ്, ബസൂക്കിയാന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത്? അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അസ്ഥികൂടത്തിന്റെ മുകളിൽ നിന്ന് അവൾ ആ ഒരു തൊപ്പി എടുക്കുന്നുണ്ട്. ഇത് അയാൾ വെച്ചിട്ട് വന്നിട്ടുള്ള ആ ഒരു മഞ്ഞ തൊപ്പിയാണ്. ഇതെങ്ങനെ എവിടെ എത്തിയത്? മര്യാദയ്ക്ക് പറഞ്ഞു വന്നിട്ട് അവന്മാരെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒരുപാട് ചൂടായി കഴിഞ്ഞപ്പോ ഉണ്ടായ സംഭവങ്ങളൊക്കെ ജംഗൽ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടിട്ട് ഇവക്കാണെങ്കിൽ നല്ല വിഷമാവുന്നുണ്ട്. ഇവള് കൂടി കാരണമാണല്ലോ അയാൾ മരിച്ചത്. ഇപ്പൊ അവള് പറയാണ്, പോലീസ് ആണെങ്കിൽ എന്നെയാണ് സംശയിക്കുന്നത്, എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണം, അല്ലെങ്കിൽ ഞാൻ അവരുടെ കയ്യിൽ പോയി പെടും, അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തം പ്രശ്നത്തിലാവും, എന്താ ചെയ്യാന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കരയാണ്. ഇപ്പൊ അന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു കളക്ഷൻ മുഴുവനും ഇവര് അവക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. നമ്മൾ ആരും വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ലോ, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡയാനെ സമാധാനിപ്പിച്ചിട്ട് ഒരു വിധത്തിൽ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷെ പുറത്ത് നിന്നിട്ടുണ്ടായിരുന്ന ഒമറ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കാണ്. അവനിപ്പോ എല്ലാം മനസ്സിലായിട്ടുണ്ട്. പിറ്റേ ദിവസം ഈ ഒരു കാർണിവൽ മാനേജർ അടുത്ത് ഒമറ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവനിങ്ങനെ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും ടിവിയിൽ കണ്ടിട്ടുള്ള ആ ഒരു ബസൂക്കിയെ പറ്റിയിട്ട് ഇവൻ എന്തൊക്കെയോ അറിയാമെന്ന് മാത്രമേ നമ്മുടെ ഈ ഒരു മാനേജർക്ക് മനസ്സിലായിട്ടുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഓക്കെ അവന്റെ അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട്
അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് ടിവിയിൽ ആ ഒരു ന്യൂസ് അവൻ വീണ്ടും കാണുന്നത്. കാണാതായിട്ടുള്ള ബസൂക്കിയെ അവസാനമായിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ടുള്ള ആ ഒരു അജ്ഞാതയായ സ്ത്രീയെ പറ്റിയിട്ട് പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് എന്നാണ് ആ ഒരു ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് ഇവന് പേടിയാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. അത് മെർലിൻ ആയിരുന്നു. നിങ്ങളെല്ലാവരും ഇപ്പൊ ആ ഒരു കാർണിവലിൽ നടത്തുന്ന മാനേജറുടെ ഓഫീസിലേക്ക് അർജന്റായിട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേഗം ചെല്ലണം എന്ന് പറഞ്ഞിട്ടായിരുന്നു മെർലിൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോ ഓക്കിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ വളരെ ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ ആ ഒരു ഓഫീസ് റൂമിൽ ഇങ്ങനെ വന്നിരുന്നിട്ടുണ്ട്. ഇവരുടെ ഒരു ടെൻഷനും വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ മാനേജർക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ അയാൾ പറയാണ്, എടാ നിങ്ങളുടെയൊക്കെ ഹൊറർ ഹൗസിന്റെ മുന്നിൽ ഒരുപാട് വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിടുന്നുണ്ട് പറയുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ ഇപ്പൊ വരാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇഷ്ടമാതിരി വേസ്റ്റ് ആ ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ക്ലീൻ ചെയ്തില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പറയാനാണ് വിളിപ്പിച്ചതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവന്മാർക്ക് നല്ല രീതിയിൽ ആശ്വാസമാവുന്നുണ്ട്. അത് ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം, പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഒമറ്റില്ലേ, അവനെ കുറച്ച് സമയം കൂടി കൂടുതൽ ഞങ്ങളുടെ ആ ഒരു ഭാഗത്തേക്ക് വിട്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ ഞങ്ങൾ അഡീഷണൽ ആയിട്ട് കുറച്ച് പൈസ കൊടുത്തോളാം എന്നിങ്ങനെ പറയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒമറ്റ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ ഇവന്മാരെ കണ്ടപ്പോൾ തന്നെ ഒമറ്റിന് നല്ല പേടിയാവുന്നുണ്ട്. ഇപ്പൊ ഒമറ്റിന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അങ്ങനെ പേടിച്ച് മാറി നിൽക്കുകയാണ്. ഇപ്പൊ ഇവർ പോയ ഉടനെ തന്നെ ഒമറ്റ് വീണ്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ മാനേജറുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ടിവിയിൽ ആ ഒരു ന്യൂസ് പിന്നെയും കാണുന്നത്. ബസൂക്കിയെ പറ്റിയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്ന ആൾക്കാർ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ന്യൂസ് ഉണ്ടായിരുന്നത്. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒമറ്റ് പറയാണ്, ഇയാളെ പറ്റിയിട്ട് എനിക്കറിയാം, അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഈ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചെക്കന്മാര് അവിടെ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്നത് മെർലിനും ആ ഒരു പോലീസുകാരനെ കൂടിയിട്ട് പുറത്തിങ്ങനെ ഒരു ഡേറ്റിങ്ങിന് വന്നതാണ്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇയാൾക്ക് ഒരു ഫോൺ വരുന്നത്. അയാൾ കോൾ അറ്റൻഡ് ചെയ്ത് നോക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു കാർണിവലിൽ വർക്ക് ചെയ്യുന്ന ഒമറ്റ് എന്ന് പറഞ്ഞ ആൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു ഈ ഒരു പോലീസുകാരനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ മെർലിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്കറിയാലോ ഞാനിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ബസൂക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൊതുപ്രവർത്തകന്റെ കേസാണ്. നിങ്ങളുടെ ആ ഒരു കാർണിവലിൽ വർക്ക് ചെയ്യുന്ന ക്ലീനിങ് സ്റ്റാഫ് അയാളെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അയാൾ ഓമ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോ അടുത്ത ദിവസം ഒരു ആംഗ്യ ഭാഷയൊക്കെ സംസാരിക്കുന്ന ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് ഒമറ്റിനെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന് പോലീസുകാരനും ഇപ്പൊ മെർലിനോട് പറയാണ്. നമ്മുടെ ഹൊറർ ഹൗസിലാണെങ്കിൽ ചെക്കന്മാര് ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഒമറ്റിന് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അവനെ ഒന്ന് ഇവരുടെ വശത്താക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അവരിങ്ങനെ പ്ലാൻ ചെയ്യാണ്. എടാ നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാടാ പറയാന്ന് ഓക്കെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ജംഗിൾ ഇപ്പൊ പറയാണ്, എടാ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ചൂലും ഈ ഒരു വേസ്റ്റ് മാറ്റുന്ന സാധനവും തൂമ്പയൊക്കെ എടുത്തിട്ട് അവന്റെ അടുത്തേക്ക് പോവാം. അവനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവന്റെ കൂടെ നിൽക്കാം. എന്നിട്ട് മെല്ലെ മെല്ലെ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞ് മനസ്സിലാക്കാം. ഇവനീ പറഞ്ഞു കിട്ടി കഴിഞ്ഞപ്പോ അത് ശരിയാന്ന് ബാക്കിയുള്ളവർക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇവന്മാര് വോമറ്റിന് സോപ്പിടാനായിട്ട് തൂമ്പയും കത്തിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്തേക്ക് പോവാണ്. ഇവന്മാർ ഈ കത്തിയും കോടാനും കൊടുവാളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞപ്പോ തന്നെ വോമറ്റിന് നല്ല പേടിയാവുന്നുണ്ട്. അവൻ വിചാരിച്ചു ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവൻ ഒളിച്ചു കേട്ടോണ്ട് ഇവനെ തല്ലിക്കൊല്ലാനായിട്ട് വരുന്നതെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ നിന്ന് നൂറിൽ ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാരാണെങ്കിൽ പുറകെ ഈ ഒരു കത്തിയും കൊടുവാളും കൊണ്ടിട്ട് എടാ നിക്കടാ നിന്നോടൊരു കാര്യം പറയാണ്ട് നിക്കടാ മോനെ എന്ന് പറഞ്ഞിട്ട് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വോമറ്റാണെങ്കിൽ ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജെയിൻ വീലിന്റെ മുകളിലേക്ക് പോയി കയറുന്നുണ്ട്. ഇവന്മാർ എടാ ഇറങ്ങി വാടാ ഒരു കാര്യം പറയട്ടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നും കേൾക്കാണ്ട് ആ ഒരു ജെയിൻ വീലിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ തന്നെ അവന്റെ കൈ വിട്ടു പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഷെഡിന്റെ മുകളിൽ തട്ടിയിട്ട് ഇപ്പൊ താഴേക്ക് വീഴാണ്. അപ്പൊ തന്നെ അച്ഛന്റെ ബോധം പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുണ്ടെങ്കിൽ പ്രശ്നം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ചെക്കന്മാര് നൈസായിട്ട് അവിടുന്ന് മുങ്ങാണ്. അങ്ങനെ ഒമറ്റിന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ട് ഇപ്പൊ ഹോസ്പിറ്റലായിട്ടുണ്ട്. ഒമറ്റിന് ഈ ഒരു ബസൂക്കിന്റെ കേസിനെ പറ്റിയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പോലീസുകാർ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നേക്കാണ്. ഇവന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഈ ആംഗ്യ ഭാഷയൊക്കെ സംസാരിക്കുന്ന ഒരു എക്സ്പേർട്ടിനെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് ഒന്നും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ നിരാശയോടെ പോലീസുകാർ അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ ഈ ഒരു ഹൊറർ ഹൗസിലാണെങ്കിൽ നമ്മുടെ ചെക്കന്മാരെല്ലാരും കൂടിയിട്ട് ഭയങ്കര ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാര്യങ്ങള് കൂടുതൽ വഷളായി തുടങ്ങിയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് പോലീസ് എത്തുന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജംഗിൾ പറയുന്നത്, എടാ നീ നിന്റെ അമ്മയ്ക്ക് വാങ്ങിയിട്ടുള്ള ആ ഒരു കല്ലറയില്ലേ, നമുക്ക് തൽക്കാലം ബോഡി അങ്ങോട്ടേക്ക് മാറ്റാം. പോലീസുകാർ എന്തായാലും ബസൂക്കിനെ തെരഞ്ഞിട്ട് ആ ഒരു കല്ലറയിലേക്ക് എന്തായാലും വരാൻ വേണ്ടി പോകുന്നില്ല. ഇത് കേട്ടിട്ട് ഓക്കിക്കാണെങ്കിൽ നല്ല വിഷമവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് അവനും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ബസൂക്കിയുടെ ബോഡി ഇപ്പൊ അവിടുന്ന് കുഴിച്ചെടുക്കുകയാണ്. ഇതിന്റെ ഇടയിൽ പുറത്തുനിന്ന് ആരോ വിളിക്കുന്ന കേട്ടിട്ട് ബോറിസ് ഇപ്പൊ വന്നിട്ട് വാതില് തുറക്കുകയാണ്. നോക്കുന്ന സമയത്താണെങ്കിൽ മെർലിനാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അവള് പറയാണ്, എടാ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, വേഗം റെഡിയാവെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇവിടെ എന്താ ഒരുമാതിരി വൃത്തികെട്ട നാറ്റം വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ ഒരു വലിയ എലി ചത്ത് ചീഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്, അതിന്റെയാണ് സ്മെല്ല്, ഞങ്ങളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയാണ്. ആ ശരി നമുക്ക് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം റെഡിയാവെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. ഇപ്പൊ ബോറിസ് ആണെങ്കിൽ ഓടി ഉമ്മാരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, എടാ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, നമ്മളിപ്പോ എന്താ ചെയ്യാന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഓക്കെ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഒരു ബോഡി എടുത്തിട്ട് നമ്മുടെ ഓഫീസ് റൂമിലേക്ക് മാറ്റ്. പിന്നെ ഈ ഒരു കുഴിയില്ലേ അതെന്തെങ്കിലും ഒരു ഷീറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് തൽക്കാലം മൂടിയിടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുഴിയൊക്കെ മൂടിയിട്ടിട്ട് ഇവർ റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള രണ്ട് ചെക്കന്മാരായിരുന്നു. അമ്മാര് വന്നിട്ട് ഈ ഒരു ഹൊറർ ഹൗസിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ ഇവന്മാർക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അവിടുത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെക്കന്മാരെ പേടിപ്പിക്കുന്നുണ്ട്. അവര് പേടിച്ചിട്ട് അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ ഓടിയിട്ട് ഇവന്മാര് ഷീറ്റ് ഇട്ടിട്ട് മൂടി വെച്ചിട്ടുള്ള ആ ഒരു കുഴിയിൽ പോയിട്ട് രണ്ടെണ്ണം കൂടി വീഴാണ്. കുഴിന്റെ ഉള്ളിൽ വീണ് കിടന്നിട്ട് ഇവന്മാരിങ്ങനെ കരയാണ്. അവന്മാരെ പിടിച്ചു കയറ്റാന്ന് വിചാരിച്ചിട്ട് ബെന്നും അതുപോലെ തന്നെ ജംഗലും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവന്മാര് വന്നത്
കോസ്റ്റ്യൂമിലായതുകൊണ്ട് തന്നെ ഇവന്മാരെ കണ്ടപ്പോ തന്നെ ചെക്കന്മാര് കിടന്ന് പേടിച്ച് കരയാണ്. ഡയാനയാണെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ നൈസായിട്ട് മുങ്ങാനായിട്ട് നോക്കായിരുന്നു. പക്ഷെ വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡയാനെ കൂട്ടിയിട്ട് പോലീസുകാർ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അവിടുന്ന് ഇപ്പൊ പോലീസുകാർ അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും പോലീസുകാരുടെ അടുത്ത് അവള് പറയുന്നുണ്ട്. ഒരുപാട് രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ആ ഒരു കാർണിവലിൽ നിന്ന് പോയിന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മുടെ ചെക്കന്മാര് ഈ ഒരു ബോഡി ആയിട്ട് മെല്ലെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ജംഗില് പറയാണ് നമ്മുടെ കുറച്ച് ഐറ്റംസും കൂടി എടുത്തോ, ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഡൗട്ട് അടിക്കണ്ടെന്ന് ഇങ്ങനെ പറയാണ്. അങ്ങനെ ആ ഒരു ബോഡി എടുത്തിട്ട് ഇപ്പൊ അവന്മാര് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ബോഡി വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് തുടങ്ങിയ ആ ഒരു സമയത്ത് ഈ ഒരു കാർണിവലിന്റെ മാനേജർ അങ്ങോട്ടേക്ക് വരാണ്. ഇവന്മാർ ഈ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോ അയാൾ ഇവന്മാരുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇവന്മാര് പറയാണ് ഒന്നുമില്ല, ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളൊന്നും കേടായിട്ടുണ്ട്, അപ്പൊ ഒന്ന് നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു എന്ന് പറയാം. അപ്പൊ ഇയാൾ ചോദിക്കുന്നുണ്ട് ഇതെന്താ വല്ലാത്തൊരു നാറ്റം, അതെന്താന്ന് അറിയില്ല, ഞങ്ങൾ പറഞ്ഞില്ലേ ഈ ഒരു സാധനം എന്തോ കേടായിട്ടുണ്ട്, അപ്പൊ അതിന്റെ ആ സ്മെല്ല് വരുന്നതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഇവന്മാർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോഡിക്കാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവന്മാർക്ക് അധികം നേരം അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അയാൾ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, പക്ഷെ ഇവന്മാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു വിധത്തില് അയാളെ പറഞ്ഞു വിട്ടിട്ട് ഈ ഒരു ബോഡി വണ്ടിയിലേക്ക് ഇങ്ങനെ കയറ്റാണ്. അങ്ങനെ ഈ ഒരു വണ്ടിയായിട്ട് ഇവന്മാർ ആ ഒരു ശവപ്പറമ്പിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് ഇയാളുടെ ബോഡി അവിടെ മറവ് ചെയ്യാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഓക്കിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അവന്റെ വീട്ടിൽ നിന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവന്റെ അമ്മ മരിച്ചു പോയെന്ന് ഇപ്പൊ അവനോട് വിളിച്ചയാള് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവൻ ഒരുപാട് വിഷമാവുന്നുണ്ട്. അവനോട് ഇരുന്ന് കരയാണ്. ഡയാന പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോലീസും ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഓക്കി പറയാണ് എടാ എന്റെ അമ്മ മരിച്ചുപോയി, ഇനി എനിക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല, ഞാൻ പറയുന്നതൊക്കെ ഈ ഒരു കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തോളാം, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവന്മാരും അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എടാ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കാന്ന് ആദ്യം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പോലീസുകാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ പോലീസുകാർ ഇവരെ 4 പേരെ അറസ്റ്റ് ചെയ്യാണ്. 2 വർഷത്തിന് ശേഷം ഈ ഒരു ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇവന്മാർ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം പുറത്തിറങ്ങി നമ്മളിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ജംഗിലിപ്പോ പറയാണ് നമ്മുടെ പഴയ ആ ഒരു ഹൊറർ ഹൗസ് തന്നെ എടുത്താലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നു മോനെ ആ ഒരു പരിപാടിക്ക് ഇനി നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് ബോറിസിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ അമ്മേന്റെ അടുത്ത് പോയിട്ട് പറയാണ് അമ്മ ക്ഷമിക്കണം, ഞാൻ മിലിറ്ററിയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, നിങ്ങളുടെ അടുത്ത് ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പമ്മ പറയാണ് അതൊന്നും കുഴപ്പമില്ല, മിലിറ്ററി പോയെങ്കിലും എന്താ നമുക്ക് പോലീസിൽ ട്രൈ ചെയ്യാന്ന് പമ്മ പറയാണ്. ഓക്കിയുടെ സിസ്റ്റർ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. സിസ്റ്ററിനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ ഇങ്ങനെ കരയാണ്. ഇപ്പൊ ബെന്നാണെങ്കിൽ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ സ്നേഹിച്ചിട്ടുള്ള നവോമി അവളങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവനിങ്ങനെ നോക്കുന്നത്. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഓക്കി പറയാണ് അവന്റെ അമ്മേനെ കാണാനായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അവരെ മറവ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇപ്പൊ ഇവരെല്ലാരും കൂടി പോവാണ്. ഓക്കെ ആണെങ്കിൽ അമ്മേന്റെ ആ ഒരു ശവക്കല്ലറ കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് കരയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നവോമി അങ്ങോട്ടേക്ക് വരുന്നത്. ബെന്നിവളെ കണ്ടു കഴിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് ഓടിച്ചില്ലാണ്. ഇപ്പൊ അവള് അവനോട് സോറി എന്ന് പറയുന്നുണ്ട്. ബെന്നിനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അവൻ അവളോട് പറയാണ് കുഴപ്പമില്ലടി, ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നീ വേറെ കല്യാണമൊക്കെ കഴിച്ചു, നിനക്ക് കുട്ടികളെ കഴിയുന്നല്ലേ നീ പറയാൻ വേണ്ടി വരുന്നത്. ഇപ്പൊ നവോമി പറയാണ് നീ എന്ത് തേങ്ങയാടേ പറഞ്ഞോണ്ടിരിക്കുന്നത്, നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ പോയിട്ടല്ലേ നിനക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്, അതുകൊണ്ടാണ് ഞാൻ സോറി എന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവന് ഹാപ്പി ആവുന്നുണ്ട്. ഇപ്പൊ അവള് പറയാണ് പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇനി നമ്മുടെ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ 1500 പേരെ ഇൻവൈറ്റ് ചെയ്യണമെന്നാണ് എന്റെ അച്ഛൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ്. ഇത് കേട്ടിട്ട് ബെന്നിന് തല ഇറങ്ങിയിട്ട് അവനവിടെ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും കൂടി ഓടി വന്നിട്ട് അവന് തട്ടി ഇടിപ്പിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് അഗാക്ലെൻ എന്ന ഈ ഒരു സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ആദ്യം മുതൽ ഒരുപാട് ചിരിക്കാനൊക്കെയുള്ള കുറെ കണ്ടന്റുകളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് അത്ര നന്നായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.